ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ ഡീലിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, ബംഗ്ലാദേശിനെ 11 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഈ വരുന്ന ഞായറാഴ്ച നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ബ്ലോക്ക് ബസ്റ്റർ സൺഡേ ഫൈനലാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി 41 വർഷത്തിനിടയിൽ ആദ്യമായി ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. ഇന്ത്യ കിരീടം ചൂടും പാകിസ്ഥാനെ തകർക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിലും പിന്നീട് സൂപ്പർ ഫോറിലുമൊക്കെ ടീം ഇന്ത്യ പാകിസ്ഥാനെ വലിയ തോതിലാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പോരാട്ട വീര്യത്തിനോട് നിലവിലെ പാകിസ്ഥാന് മല്ലടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി ഇന്ത്യയും പാകിസ്ഥാനും അതും ഒരു ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആവേശം ഒന്ന് വേറെ തന്നെയായിരിക്കും. ഒരു ബ്ലോക്ക് ബസ്റ്റർ സൺഡേ നമ്മളെ കാത്തിരിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഫോർ ദ ഫസ്റ്റ് ടൈം എവർ ഇൻ ദ ഏഷ്യ കപ്പ് ഫൈനൽ. 41 വർഷങ്ങൾക്കിടയിൽ ഇത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നതും. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്തത് പാകിസ്ഥാനായിരുന്നു. അവർക്ക് ആകെ എടുക്കാൻ സാധിച്ചത് 135 റൺസ് മാത്രവും. പക്ഷേ മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശിന് ഒരു തരത്തിലും അത് മറികടക്കാൻ സാധിക്കുമെന്നുള്ള തോന്നൽ പോലും ഉണ്ടാക്കാൻ സാധിച്ചതുമില്ല. 25 പന്തുകളിൽ വെറും 20 റൺസ് മാത്രം എടുത്ത ഷമീം ഹുസൈനാണ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറായി മാറിയത്. അവിടുത്തെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ളതും. പാകിസ്ഥാന് വേണ്ടി ബൗളിംഗിൽ ഹാരിസ് റൌഫും അതേപോലെ ഷഹീൻ ഷാഫ്രീദിയും 3 വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നതും. ബാറ്റിംഗിലും ഷഹീൻ ഷാഫ്രീദിയുടെ മികച്ച കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഏതായാലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഈ വരുന്ന ഞായറാഴ്ച ഫൈനലിൽ ഏറ്റുമുട്ടുകയാണ്. അതിന്റെ ആവേശത്തിലും ത്രില്ലിലുമൊക്കെ ആയിരിക്കും ക്രിക്കറ്റ് പ്രേമികളും ഉണ്ടാവുക. ഇന്ന് നമ്മുടെ ടീം ശ്രീലങ്കയ്ക്കെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട്. പ്രാധാന്യമില്ലാത്ത കളിയാണ്. പക്ഷേ ഫൈനലിന് മുമ്പുള്ള അവസാന അംഗം എന്ന രീതിയിൽ ടീം ഇന്ത്യ മികച്ച പ്രകടനം നടത്തി വിജയിച്ച് കയറും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.